ചെറിയ ദേഷ്യം, വലിയ നഷ്ടങ്ങൾ. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അത് അവസാനിക്കുന്നത് ഒരിക്കലും മായ്ക്കാത്ത മുറിവുകളുമായിട്ടും ഒരുപാട് നഷ്ടങ്ങളുമായിട്ടാണ്. അങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച ചില വാർത്തകൾ പരിചയപ്പെടുത്താം. സ്കൂട്ടർ കാറിലൊന്ന് തട്ടി, അതിൻ്റെ പേരിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊല്ലുന്നു. വിവാഹ വിരുന്നിൽ ചിക്കൻ പീസ് കുറഞ്ഞുപോയി, കുത്തിക്കൊള്ളിൽ അവസാനിക്കുന്നു. വാഹനത്തിന് സൈഡ് കൊടുത്തില്ല, വാഹനം ആക്രമിക്കുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനെ ചൊല്ലി തർക്കം, ഒടുവിൽ കൊലപാതകത്തിൽ അവസാനിക്കുന്നു. ഹോളി ആഘോഷത്തിനിടയിൽ ഡൽഹിയിൽ യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. പള്ളിപ്പെരുന്നാളുകളിലെ തർക്കങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറുന്നു. ഉത്സവത്തിനിടയിൽ നടന്ന മർദ്ദനത്തിൽ യുവാവ് കൊല്ലപ്പെടുന്നു. ബീഫ് കഴിച്ചുവെന്ന് ആരോപിച്ച് യുവാക്കളെ മർദ്ദിച്ച് കൊല്ലുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദേഷ്യമെന്നത് ഒരു മാനുഷിക വികാരമാണ്. അതിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു? പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും പ്രതികാരം ചെയ്യുന്നതും ഹീറോ പരിവേഷം ലഭിക്കുമെന്ന് ഈ തലമുറയെ ആരാണ് പറഞ്ഞു പഠിപ്പിച്ചത്? നവമാധ്യമങ്ങളും സിനിമയിലെ ചില കഥാപാത്രങ്ങളും തെറ്റ് ചെയ്തവർക്ക് നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതും തെറ്റ് ചെയ്തവരെ വാഴ്ത്തിപ്പാടുന്ന സമൂഹവും ഇതിലെ ചെറിയ ചില കാരണങ്ങൾ മാത്രമാണ്. പക്ഷേ അപ്പോഴും ഓർക്കുക, ചെറിയ ദേഷ്യത്തിന്റെ പേരിൽ നഷ്ടമാകുന്നതും നഷ്ടപ്പെട്ടു പോകുന്നതും ചിലരുടെ സ്വപ്നങ്ങളും ചിലരുടെ പ്രതീക്ഷകളും നമ്മുടെ തന്നെ ജീവിതങ്ങളുമല്ലേ?